ഹരി ഓം. എല്ലാവർക്കും വിനീതമായ പ്രണാമം. ശ്രീമദ് ഭാഗവത പഠന ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഭാഗവത മഹാത്മ്യത്തിലെ 1-ാം അധ്യായത്തിലെ 7-ാമത്തെ ശ്ലോകം വരെയാണ് കണ്ടു നിർത്തിയത്. ശൗനകൻ സൂതനോട് ചോദിക്കുന്ന, സൂതനിൽ നിന്നും തനിക്ക് വേണ്ട അറിവ് ലഭിക്കുവാൻ വേണ്ടി വിനയപൂർവം ഒരു ശിഷ്യൻ ഗുരുവിന് മുമ്പിൽ വിനയത്തോടുകൂടി സമീപിക്കുന്ന ആ ഒരു ഭാവമാണ് ഇവിടെ ശൗനകനിലുള്ളത്. ഇനി അടുത്ത ശ്ലോകം ശ്രദ്ധിക്കൂ. 8-ാമത്തെ ശ്ലോകം. അത് സൂതനാണ് പറയുന്നത്. സൂത ഉവാച പ്രീതി ശൗനകചിത്തേ തേ യഥോ വജ്മി വിചാര്യ ച സർവസിദ്ധാന്ത നിഷ്പന്നം സംസാരഭയനാശനം. നോക്കൂ, ഇവിടെ എത്ര ഭാഗ്യശാലിയാണ് ഈ ശൗനകൻ. സൂതനെ പോലുള്ള ഒരു യോഗ്യനായ ഗുരുവിൽ നിന്നും ഈ അറിവിനെ പ്രാപ്തമാക്കാനുള്ള അവസരം ഇവിടെ ശൗനകന് പ്രാപ്തമായിരിക്കുകയാണ്. സൂതൻ വളരെ സന്തോഷത്തോടെ പറയുകയാണ്, ഹേ ശൗനക, പ്രീതി ശൗനക ചിത്തേ തേ യഥോ വജ്മി വിചാര്യ ച സർവസിദ്ധാന്ത നിഷ്പന്നം സംസാരഭയനാശനം. ഹേ ശൗനക, നിന്നിൽ ഈ അറിവിനെ ശ്രവിക്കണം എന്നുള്ള താല്പര്യമുണ്ട് എന്നറിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷം. അതുകൊണ്ട് തന്നെ ഞാൻ നീ ആഗ്രഹിച്ച ആ അറിവിനെ, ഈ അറിവ് സർവസിദ്ധാന്തങ്ങളിൽ നിന്നും പ്രാപ്തമായ, ഉപനിഷത്തുകളിൽ നിന്നും പ്രാപ്തമായ ഈ അറിവിനെ നിനക്ക് വേണ്ടി ഞാനിതാ പറഞ്ഞു തരാം. ഇനി ഇത് പ്രാപ്തമായതുകൊണ്ട് നിനക്കെന്താണ് ഒരു പ്രയോജനം? അതും ഇവിടെ സൂതൻ പറയുന്നു. ആ 2-ാമത്തെ വരിയിൽ നോക്കൂ, സർവസിദ്ധാന്ത നിഷ്പന്നം എന്നതിന് ശേഷം സംസാരഭയനാശനം. സംസാരഭയം എന്ന ശബ്ദത്തിൻ്റെ അർത്ഥം എന്താണപ്പോൾ? സംസാരം, ഭയം. സംസാരം എന്നാൽ ഈ ലോകത്തിൽ നിന്നും നമുക്ക് ഉണ്ടാകുന്ന ഭയങ്ങൾ. ഒരു വശത്തത് നമ്മുടെ ശാരീരികമായ രോഗങ്ങളാകാം, പുറമേ നമുക്കുണ്ടാകുന്ന മറ്റുള്ള വ്യക്തികളിൽ നിന്ന് നമുക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ, പ്രകൃതിയിൽ നിന്നും നേരിടേണ്ട പ്രശ്നങ്ങൾ. അങ്ങനെ സംസാര ഭയം എന്നാൽ അതൊരു വശത്ത് ലോകത്തിൽ നിന്നും, ഈ ജീവിതത്തിൽ നിന്നും നമുക്ക് ശാരീരികമായും മാനസികമായും എല്ലാം നേരിടേണ്ടി വരുന്ന പ്രയാസങ്ങൾ. അതൊരു തലത്തിൽ. ഇനി സംസാര ഭയത്തിന് ഒരു തലവും കൂടിയുണ്ട്. വേദാന്ത ദർശനപ്രകാരം നാം ശ്രദ്ധിച്ചാൽ സംസാര ഭയം എന്നാൽ അതിന് മൂല കാരണമാകുന്നത് നമ്മുടെ മനസ്സിലുള്ള അജ്ഞാനമാണ്. എന്തുകൊണ്ടാണ്? കാരണം ഈ മനസ്സിലുള്ള അജ്ഞാനമാണ് നമ്മെ സംസാര ഭയത്തിൽ കുരുക്കിയിടുന്നതെങ്കിൽ അറിവിനെ പ്രാപ്തമാകുന്ന നിമിഷം നമുക്ക് സംസാര ഭയത്തിൽ നിന്നും പുറത്തു കടക്കുവാനുള്ള മാർഗം പ്രാപ്തമാകുമെന്നാണെങ്കിൽ സംസാര ഭയം യഥാർത്ഥത്തിൽ സത്യമാണോ എന്ന് ചോദിച്ചാൽ അത്രയും കാലം മാത്രം സത്യം. ഏതുവരെ? അജ്ഞാനം നമ്മിൽ നിലനിൽക്കുന്നിടത്തോളം കാലം മാത്രം. അതുകൊണ്ട് ശൗനക, സർവസിദ്ധാന്ത നിഷ്പന്നം സംസാരഭയനാശനം. ഈ അറിവ് സംസാരഭയത്തെ ഇല്ലാതാക്കുന്നതിൽ നിനക്ക് സഹായിക്കും. ഇപ്പോൾ മനസ്സിലായല്ലോ, സംസാര ഭയത്തിന് 2 തലങ്ങളുണ്ട്. ഒന്ന് ലോകത്തിൽ നിന്നും നേരിടേണ്ടി വരുന്ന ഭയങ്ങളും പ്രയാസങ്ങളും. എന്നാൽ യഥാർത്ഥത്തിൽ സംസാര ഭയം എന്നാൽ മനസ്സിലെ അജ്ഞാനമാണ്. അജ്ഞാനം നീങ്ങുന്ന ആ നിമിഷം നമുക്ക് സംസാര ഭയത്തിൽ നിന്നും പുറത്തു കടക്കുവാനും സാധിക്കും. തുടർന്ന് ശൗനകൻ പറയുന്നു 9-ാമത്തെ ശ്ലോകം. ഭക്തിയോക്കവർദ്ധനം യച്ച കൃഷ്ണസന്തോഷഹേതുകം തതഹം തേ അഭിദാസ്യാമി സാവധാനതയാ ശൃണു. ഭക്തിയുടെ പ്രവാഹത്തെ വർദ്ധിപ്പിക്കുന്നതായ, അതുമാത്രമല്ല ഭഗവാൻ കൃഷ്ണന് സന്തോഷം നൽകുന്നതായ കൃഷ്ണസന്തോഷഹേതുകം, ആ അറിവിനെ ഞാൻ അങ്ങയോട് പറയാം. അങ്ങിതിനെ സാവധാനതയാ ശൃണു, ശ്രദ്ധയോടെ കേട്ടു മനസ്സിലാക്കൂ. ആ 1-ാമത്തെ വരിയിൽ നിങ്ങൾ നോക്കൂ, ഭക്തിയൗക്കവർദ്ധനം യച്ച കൃഷ്ണസന്തോഷഹേതുകം. അല്ലെ, ഞാനൊന്ന് ചോദിക്കട്ടെ, ഭഗവാൻ കൃഷ്ണൻ എങ്ങനെയാണ് സന്തോഷമുണ്ടാവുക ഈ അറിവ് ശൗനകൻ ശ്രവിച്ചാൽ? ഒന്ന് ശ്രദ്ധിക്കൂ, ഇവിടെ 3 പേരുണ്ട്. ഭഗവാൻ കൃഷ്ണൻ, സൂതൻ, ശൗനകൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. സൂതൻ പറഞ്ഞു കൊടുക്കുന്ന ഈ അറിവ് ശൗനകൻ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ ഭഗവാൻ എങ്ങനെ പ്രസന്നതയുണ്ടാകും? അവിടെ നാം ഒരു കാര്യം ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. ഇതുവരെ ഭാഗവതത്തിലെ അറിവ് കേൾക്കാത്തൊരു വ്യക്തി ഈ അറിവ് കേട്ടതിന് ശേഷം ഒരു പരിവർത്തനം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാൻ അത് പ്രസന്നതയുണ്ടാകും. എന്നാൽ ഇതുവരെ കേൾക്കാത്തൊരു വ്യക്തി ഈ അറിവ് കേട്ടതിന് ശേഷവും തൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താനുള്ള ധൈര്യം ആ വ്യക്തിക്കില്ലെങ്കിൽ അതൊരിക്കലും ഭഗവാന് പ്രസന്നതയുണ്ടാക്കുകയില്ല. കാരണം നമ്മെ നിലനിർത്തുന്നതായ ഈ ബോധശക്തിയായ ഭഗവാൻ കൃഷ്ണൻ
പ്രസന്നനാകുന്നത് അപ്പോൾ മാത്രമാണ്, എപ്പോൾ നമ്മൾ അറിവ് ലഭിച്ച നിമിഷം നമ്മിൽ പരിവർത്തനങ്ങൾ വരുത്താൻ തയ്യാറാകുന്നു അപ്പോൾ മാത്രം. അല്ലാതെ വെറുതെ ഭാഗവതം അതെത്ര പേർ കേൾക്കുന്നുണ്ട്, എന്നാലൊന്നും ഇവിടെ കൃഷ്ണസന്തോഷ ഹേതുകമായി തീരുകയില്ല. കാരണം സൂതൻ തന്നെ പറയുന്നുണ്ട്, സാവധാനതയാ ശൃണു. കേട്ടാൽ മാത്രം പോല, ശ്രദ്ധയോടെ കേൾക്കൂ. അങ്ങനെയാണെങ്കിൽ ഇവിടെ കൃഷ്ണനും എൻ്റെ ഒരു ഭക്തനെങ്കിലും ഈ അറിവിലൂടെ മാറ്റങ്ങൾ ഉണ്ടായല്ലോ. ഇവിടെ ഭഗവാനല്ല ലാഭവും നഷ്ടവും സംഭവിക്കാനുള്ളത്. അറിവിനെ പ്രാപ്തമാക്കിയാൽ നമുക്കാണ് അതിൻ്റെ ലാഭം. നമുക്ക് വിഷമങ്ങളിൽ നിന്നും പുറത്തു കടക്കുവാനുള്ള മാർഗം പ്രാപ്തമാകുന്നതാണ്. അതുകൊണ്ട് നാമാണ് ഇവിടെ ശ്രദ്ധിച്ച് അറിവിനെ മനസ്സിലാക്കി പരിവർത്തനങ്ങൾ വരുത്താൻ തയ്യാറാകേണ്ടത്. തുടർന്നുള്ള ശ്ലോകങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാൻ ഒട്ടും മടിക്കരുത്. ഏവർക്കും വിനീതമായ പ്രണാമം. ഹരി ഓം.